ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഓട്ടടയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വീഡിയോ ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. വേണമെന്നുള്ളവർ താഴെ നിന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. നമ്മൾ മിക്ക വീട്ടമ്മമാരും രാവിലെ എണീറ്റ് അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കുക, അത് കഴിഞ്ഞ് പാത്രം കഴുകുക, തുണി അലക്കുക, മടക്കുക, വീട് വൃത്തിയാക്കുക, ഇതൊക്കെയാണ് മിക്ക വീട്ടമ്മമാരും ചെയ്യുന്നത്. പുറത്തു പോയി ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും തന്നെ ജോലി സ്ഥലത്തുള്ള സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ വീട്ടിലിങ്ങനെ ഒതുങ്ങിക്കൂടുക എന്നുള്ളൊരു ടെൻഷനും ഡിപ്രഷനും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന ഡിപ്രഷൻ അനുഭവിക്കുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ടിപ്സും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു മോട്ടിവേഷൻ ടോക്കാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള അറിവും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഞാൻ ആ സ്റ്റേജിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറന്നു പോകല്ലേ. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കെല്ലാവർക്കും ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ആ ലൈഫിനെ പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തി നല്ല കളർഫുള്ളായിട്ട് ജീവിക്കണം. നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ ചേർന്നതാണ് നമ്മുടെ ഒരു ദിവസം, അല്ലേ? അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ ചേർന്നതാണ് നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെയാണോ ചിന്തിക്കുന്നത്, എന്തൊക്കെയാണോ പ്രവർത്തിക്കുന്നത്, അതനുസരിച്ചിട്ടാണ് നാളത്തെ നമ്മുടെ റിസൾട്ട്. അപ്പോൾ അതിന് തക്കതായിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം ചെയ്യുന്ന പ്രവൃത്തികളും ചിന്തിക്കുന്നതും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വന്നാൽ നമ്മൾ ഓരോ ദിവസവും ഡൗൺ ആയി പോവേ ഉള്ളൂ. ഞാൻ മാത്രം എന്തേ ഇങ്ങനെ ആയിപ്പോയത്, എനിക്ക് നന്നായിട്ട് പഠിച്ചിട്ടും ജോലിക്ക് പോകാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കെന്നും ഈ വീട്ടിലെ ജോലി മാത്രമേ ഉള്ളൂ, എനിക്കും പുറത്തു പോയി ജോലി ചെയ്യായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾക്ക് പകരം നല്ല നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. എനിക്കിപ്പോൾ പുറത്ത് പോയി ജോലി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അപ്പം ഞാൻ ഈ വീട്ടിലത്തെ ജോലികളൊക്കെ ചെയ്ത് മക്കളെ നോക്കി നല്ലപോലെ എനിക്ക് വീട് വൃത്തിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നു, മക്കളെ നോക്കാൻ പറ്റുന്നു, അവരെ പഠിപ്പിക്കാൻ പറ്റുന്നു, അവരുടെ കാര്യങ്ങളിലൊക്കെ ഹസ്ബൻഡിൻ്റെ കാര്യത്തിൽ മക്കളുടെ കാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധയും കെയറിങ്ങും കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന രീതിയിൽ, നല്ല രീതിയിൽ നമ്മളതിനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഹാപ്പി ആവും, അല്ലേ? പുറത്ത് പോയി നമ്മൾ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് നമുക്ക് ചിലപ്പോൾ നീറ്റായിട്ട് കൊണ്ടു നടക്കാൻ പറ്റില്ല. നമ്മളെ മക്കളോട് ചിലപ്പോൾ നമുക്ക് സംസാരിച്ചിരിക്കാൻ സമയം കിട്ടില്ല, അവർക്കൊപ്പം ഒന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനോ നമ്മുടെ ഫാമിലിക്കൊപ്പം ഹാപ്പി ആയിട്ടുള്ള നല്ല സമയം കണ്ടെത്താനും നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ് എന്ന് ചിന്തിക്കുക. അങ്ങനെ കാണുമ്പോൾ നമുക്കതൊരു പ്രയാസമായിട്ട് തോന്നിയേയില്ല. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു നീണ്ട യാത്രയാണ്. ആ യാത്രയിൽ ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം നേടിയാൽ മാത്രമേ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ വെറുതെ നമ്മൾ ചിന്തിച്ചു കൂട്ടുകയാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുത്താൽ മാത്രമേ നമ്മൾ സക്സസ് ആവുള്ളൂ എന്ന് മാത്രം ചിന്തിച്ചാൽ അതൊട്ടും ശരിയാവില്ല. അപ്പോൾ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ ആ വഴിയിലുള്ള ബുദ്ധിമുട്ടുകളും ആ വഴിയിലുണ്ടാകുന്ന സന്തോഷങ്ങളും ഒക്കെ നമ്മുടെ ലൈഫിൽ ഓരോ ടേണിംഗ് പോയിൻ്റായിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ നമുക്ക് ആ ലൈഫിനെ എൻജോയ് ചെയ്യാൻ പറ്റും. ഒന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് ഇപ്പോൾ കൂടുതൽ പേരും ചെയ്യുന്നതാണ് ഡയറ്റ്. അപ്പോൾ ആ ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഒഴിവാക്കും, അല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡും ഒരുപാട് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കും. ഞാനിതുവരെ ചെയ്തിട്ടില്ല, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓരോ ഫുഡ് കാണുമ്പോൾ, ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് എൻ്റെ ലൈഫ് എന്ത് ലൈഫാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് പകരം ഇതിനൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലെത്തുമ്പോൾ ഞാൻ എൻ്റെ വെയിറ്റ് ഇത്രയും കുറച്ചിട്ടുണ്ടാവും, അപ്പം ഞാൻ ഹാപ്പി ആവും എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സന്തോഷം ഉണ്ടാവും. പകരം ഇങ്ങനെ മൂടിയായിട്ട് ഇതൊന്നും കഴിക്കാൻ പറ്റൂല, ഇതൊക്കെ ഒഴിവാക്കിയിട്ട് എൻ്റെ ലൈഫ് എന്ത് ലൈഫാണെന്ന് ചിന്തിക്കുന്നതിന് പകരം ഇങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് സന്തോഷം ഉണ്ടാവില്ലേ? അപ്പം അങ്ങനെ എല്ലാറ്റിനെയും ഒരു പോസിറ്റീവായ മനോഭാവത്തോട് കൂടിയിട്ട് കാണാം. ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉറക്കമൊഴിച്ചിരുന്നൊക്കെ പഠിക്കണ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവരെന്ത് വിചാരിക്കുക, എനിക്കും ഫോൺ കളിച്ച് സിനിമയും കണ്ട് ടി വിയും കണ്ട് എൻജോയ് ചെയ്ത് നടക്കണം, എനിക്ക് ഏത് സമയം ഈ പഠിത്തമാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം
നല്ല കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയതായിട്ടും അതിനുശേഷം നല്ലൊരു ജോബ് കിട്ടിയതായിട്ടും നല്ല സാലറി കിട്ടുന്നതായിട്ടും അതിലൂടെ നമ്മുടെ ലൈഫ് സക്സസ് ആവുന്നതും ഒക്കെ വിഷ്വലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള ഫീലിങ്സും അതുപോലെ അതൊക്കെ നേടിയെടുത്തൊരു ഫീലിങ്സും ഒക്കെ നമുക്ക് കിട്ടും. അതിലൂടെ നമുക്ക് കൂടുതൽ നന്നായിട്ട് പഠിക്കാനും ആ ഉറക്കമൊഴിക്കുന്നതിനെ ഒരു ത്യാഗമായിട്ട് കാണേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ നല്ലതാ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സും നമ്മുടെ ലൈഫും നിറക്കുക. അതിലൂടെ നല്ലൊരു ഹാപ്പിനെസ്, ഒരു കളർഫുൾ ആയിട്ടുള്ള ലൈഫ് നമ്മൾ നേടിയെടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.